നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ ഒളിത്താവളങ്ങളിൽ നിന്ന് ഹമാസിന് എത്ര ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്നതാണ് അറിയാനുള്ളത്. പുറത്തുവരുന്ന ബന്ദികളുടെ സ്ഥിതി എന്താണ്? ബന്ദിയാക്കപ്പെട്ട ഇസ്രായേലി പെൺകുട്ടികൾ ഹമാസുകളുടെ മാനഭംഗത്തിന് ഇരയായോ? ബന്ദികളിൽ എത്ര പേരെ ഹമാസുകൾ കൊന്നൊടുക്കി? ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ധാരണയായെങ്കിലും എത്ര പേർ മോചിതരാകും എന്നതാണ് കണ്ടറിയേണ്ടത്. ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹമാസ് അറിയാൻ പോകുന്നതേയുള്ളൂ. അതിഭയാനകമായ യുദ്ധത്തിന്റെ രണ്ടാം ഭാഗം ഒട്ടും വൈകാതെ ഇസ്രായേൽ തുടങ്ങുമെന്നതിന് സംശയം വേണ്ട. 45,000-ലേറെ പേരെ ഇതോടകം ഇസ്രായേൽ കൊന്നുകഴിഞ്ഞിരിക്കുന്നു. 2 ലക്ഷത്തോളം പലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ ഏറെക്കുറെ ചാരക്കൂമ്പാരമായിരിക്കുന്നു. താമസിക്കാൻ ഇടമില്ലാതെയും തിന്നാൻ ഭക്ഷണമില്ലാതെയും വലയുന്ന 5 ലക്ഷത്തിലേറെ അഭയാർത്ഥികളാണ് ഗാസയിലേക്ക് തിരിച്ചു വരുന്നത്. ഇസ്രായേലി ബന്ദികളിൽ 105 പേരെ 2023 നവംബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ സമയത്ത് മോചിപ്പിച്ചിരുന്നു. പകരമായി ഇസ്രായേലിൽ തടവിലുണ്ടായിരുന്ന 240 പലസ്തീൻകാരെയും മോചിപ്പിച്ചിരുന്നു. ബന്ദികളിൽ 94 പേരെ ഇനിയും വിട്ടുകിട്ടാനുണ്ട്. അവരിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. 2023 ഒക്ടോബർ 7 രാത്രിയാണ് ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി 1139 പേരെ വധിക്കുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തത്. മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ദൗത്യത്തിലൊടുവിലാണ് ഗാസയിലെ വെടിനിർത്തലും ബന്ദികളുടെ മോചനം ഉറപ്പു നൽകുന്ന സമാധാന കരാറിലെത്തിയത്. അവസാനത്തെ 2 ആഴ്ചയിൽ അമേരിക്കയുടെയും ഖത്തറിലെയും മധ്യസ്ഥതയിൽ നടന്ന സജീവമായ ഇടപെടലുകളാണ് വെടിനിർത്തൽ കരാറിലെത്തിച്ചത്. അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ സാധ്യമാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ 5 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണിത്. വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചു. അതേസമയം കരാറിലെ ചില നിർദ്ദേശങ്ങളിൽ അന്തിമ സമവായത്തിൽ എത്തിയിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. കരാർ അനുസരിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 33 ബന്ദികളെ 6 ആഴ്ച കൊണ്ട് ഹമാസ് ഇസ്രായേലിന് കൈമാറുമെന്നാണ് കരാർ. അതിൽ കുട്ടികൾ, സ്ത്രീകളായ സൈനിക ഉദ്യോഗസ്ഥർ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ, പരിക്കേറ്റവർ, രോഗികളായവർ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു. അവരിൽ മിക്കവരും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. പക്ഷേ ഹമാസിൽ നിന്ന് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. ഇവരിൽ എത്ര പേർ ഏത് അവസ്ഥയിലാണ് മോചിതരാകുന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേലിന്റെ തടവറയിലുള്ള 2000-ഓളം പലസ്തീൻകാരെ മോചിപ്പിക്കും. ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും ഈ ഘട്ടത്തിൽ നടക്കും. വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതരായ പലസ്തീൻകാർക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ അവസരമൊരുക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. വെടിനിർത്തൽ നിലവിൽ വന്ന് 7 ദിവസത്തിന് ശേഷം ഈജിപ്തിലേക്കുള്ള റാഫ കവാടം തുറക്കും. ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലദൽഫി ഇടനാഴിയിൽ തങ്ങുന്ന ഇസ്രായേൽ സൈന്യം പിന്മാറ്റം തുടങ്ങും. തെക്കൻ ഗാസ മുനമ്പിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് ഭവനരഹിതരായവരുടെ തിരിച്ചുവരവിന് ഖത്തറും ഈജിപ്തും മേൽനോട്ടം വഹിക്കും. ഗാസയ്ക്കുള്ളിൽ 700 മീറ്റർ ദൂരത്തേക്കാണ് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുക. മാത്രമല്ല, ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന 250 പേർ ഉൾപ്പെടെ 2000 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത്. കരാർ സംബന്ധിച്ച് US-ഉം മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറും സ്ഥിരീകരിച്ചതോടെ ഗാസയിലും ഇസ്രായേൽ തലസ്ഥാനം ടെൽ അവീവിലും ജനങ്ങൾ സന്തോഷ പ്രകടനവുമായി തെരുവിലിറങ്ങി. അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നരനായാട്ട് തുടരുകയാണ്. 1.5 വർഷം മുൻപ് ഹമാസുമായി തുടങ്ങിയ ഇസ്രായേലിന്റെ പോരാട്ടം പിൽക്കാലത്ത് ഇറാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കടന്നു കയറി. കരാർ അന്തിമമായെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം രാത്രി വന്നത് മുതൽ ഹമാസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ 2 പ്രസ്താവനകൾ നെതന്യാഹുവിന്റെ ഓഫീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ധാരണകളിൽ നിന്ന് പിന്നാക്കം പോകാനുള്ള പഴുതുകൾ ഹമാസ് അന്വേഷിക്കുന്നുവെന്നാണ് ഒടുവിൽ വന്ന പ്രസ്താവന. ഗാസയിലെ ബന്ദികളുടെ കാര്യത്തിൽ ഉടമ്പടിയിലെത്തിയെന്നും അവർ ഉടനെ മോചിതരാകുമെന്നും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.